സ്റ്റിൽ ആൻഡ് സീ ദ മിറക്കിൾ. മിണ്ടാതിരുന്ന് എൻ്റെ അതിശയം കാണുക. ദൈവസന്നിധിയിൽ ഒരാവശ്യം വരുമ്പോൾ നമ്മൾ ഓടിച്ചെന്നിട്ട് നമ്മൾ പരാതി പറയും. അത് നമ്മുടെ ഒരു സ്വഭാവമാണ്. ദൈവത്തെ അറിയത്തില്ലെങ്കിൽ മറ്റുള്ളവരോട് ആരെങ്കിലും നമ്മുടെ ഭവനങ്ങളിൽ കുടുംബങ്ങളിൽ ആരെങ്കിലും ഉന്നത പദവിയിലോ പ്രാപ്തിയുള്ളവരും നമ്മൾ അവരുടെ അടുക്കൽ ഓടിച്ചെല്ലും. പണ്ട് കാലങ്ങളിൽ പ്രായം ചെന്ന വല്യപ്പച്ചനും വല്യമ്മച്ചിയുടെ അടുക്കൽ ചെന്നിട്ട് അടുത്ത തലമുറ വന്ന് ഉപദേശം ചോദിക്കുന്നത് സാധാരണയായിരുന്നു. എന്ത് പറഞ്ഞാലും നമ്മൾ പറയായിരുന്നു വല്യപ്പച്ചനോടൊന്ന് ചോദിച്ച് അവിടെ ഒന്ന് ആലോചന ചോദിക്കാൻ. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ഉത്കൃഷ്ടനുമായ ദൈവം നമ്മളോട് പറയാണ്, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. അത് 46-ാം സങ്കീർത്തനം. 46-ാം സങ്കീർത്തനത്തിനകത്ത് അങ്ങനെ തന്നെയാണ് കർത്താവ് പറയുന്നത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അത് യാക്കോബിൻ്റെ ദൈവം എൻ്റെ പാറയായി മാറണം. എൻ്റെ പാറയാണെന്ന് ആ ദൈവത്തോടുള്ള പരിചയം കൊണ്ടും അടുപ്പം കൊണ്ടും മാത്രമാണ് നമുക്കത് പറയാൻ സാധിക്കുള്ളൂ. എന്നും കാണുന്നൊരു ദൈവത്തെയാണ് പ്രയാസമുള്ള സമയത്ത് നമ്മൾ പേടിക്കത്തില്ല. ദൈവത്തോട് അടുത്തിരിക്കുന്ന സമയത്ത് ചിലപ്പം നമ്മൾ അറിയാതെ ചില ഉദ്ദേശിക്കാത്ത പ്രയാസ ന്യൂസ് നമുക്ക് കേൾക്കുന്ന ഉടനെ തന്നെ നമുക്കറിയാം എന്തോ ആരോ ഒരാൾ നമ്മുടെ മേലേക്ക് ഒരു വലിയ പീസ് അല്ലെങ്കിൽ സമാധാനം ഇട്ട് തരും. ആ സമാധാനം ഇട്ട് തരുന്നത് അവനോടുള്ള അടുപ്പം കൊണ്ടാണ്. അടുപ്പമില്ലാത്തവർ ഓടിപ്പോയി സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ ആ പാടെ വെപ്രാളം മറ്റുള്ളവരെ ഉപദ്രവിക്കും. എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ദേ ഹാവ് നോ കൺട്രോൾ ഓവർ ദെയർ ഓൺ ഇമോഷൻസ്. ദൈവത്തിൻ്റെ ആത്മാവിൽ പഴയ നിയമത്തിൽ നോക്കുമ്പോഴും ദൈവം തന്നെ പറഞ്ഞിട്ടാണ് മോശയെ പറഞ്ഞു വിട്ടിട്ട് ഇസ്രായേൽ ജനതയെ മിസ്രൈമിൽ നിന്ന് തിരിച്ചു കൊണ്ടിരുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിൽ പുറപ്പാട് 14 തുടങ്ങുന്നത്. യഹോവ പിന്നെയും മോശയോട് കൽപ്പിക്കുക. കർത്താവ് ദൈവം തമ്പുരാൻ ശക്തമായിട്ട് മോശയെടുത്ത് ഉപയോഗിക്കുകയും മോശയോട് സംസാരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽ സെഫോന് സമീപമുള്ള പീഹഹീരോത്തിനരികെ പാളയിറങ്ങണമെന്ന് മിസ്രൈമ്യരോട് പറയുക. ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്, അതിൻ്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയിറങ്ങണം. അപ്പോൾ അവിടെ ഒരു വെള്ളമുണ്ട്, വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ അവർ ദേശത്തെ ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയും. ഫറവോൻ അവരെ പിന്തുടരാൻ തക്കവണ്ണം ഞാൻ അവരുടെ ഹൃദയത്തെ കഠിനമാക്കും. ഇങ്ങനെയുണ്ട്. ദൈവം തമ്പുരാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു സ്ഥലത്ത്, നീരുറവയുള്ള സ്ഥലത്ത് നിങ്ങൾ കുറച്ച് നാൾ നിൽക്കുവീൻ. അപ്പോൾ അവർ യാത്ര ചെയ്യുന്നില്ല, അവിടെ തന്നെ ഇങ്ങനെ താളമടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള വാർത്ത ഫറവോൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. അവർ മരുഭൂമിയിൽ തളർന്ന് നടക്കുകയാണ്, അവരെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാനൊക്കത്തില്ല, നീ ഇപ്പം ചെന്നാൽ അവരെ എന്നേക്കുമായിട്ട് പിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന്. അങ്ങനെ ഫറവോൻ്റെ ഹൃദയത്തിൽ ആലോചന ഇട്ട് കൊടുക്കുന്നതും ദൈവം തമ്പുരാൻ അവിടെ നിർത്താം. അതായത് നമുക്കെതിരായിട്ട് ശത്രു വരുന്നെങ്കിൽ ശത്രു നമുക്കെതിരായിട്ട് വരുന്നത് പോലും ദൈവം അറിഞ്ഞിട്ടാണ്. ദൈവം അറിയാതെ വരത്തില്ല എന്നുള്ള ആ ഉൾബോധം, ആ ഉറപ്പെനിക്കുണ്ടായിരിക്കണം. ദൈവം അറിയാതെ. അതുകൊണ്ടാണ് പലപ്പോഴും പ്രശ്നം വരുമ്പം കർത്താവിനോട് ഞാൻ തന്നെ ചോദിക്കാറുണ്ട്, നീ അറിഞ്ഞിട്ടാണ്, പക്ഷെ എന്ത് പഠിപ്പിക്കാനാണ് ഈ സമയത്ത് ഇത് വരുന്നത്? എന്താണ് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടത്? എന്താണെങ്കിലും നമ്മൾ ഈ ഒരു ഒറ്റ സ്റ്റേബിളായിട്ട് ഇവിടെ തന്നെ നിന്നിട്ട് പോകാനൊക്കത്തില്ല. വി ഹാവ് ടു ക്ലൈംബ് ദ ജേക്കബ്സ് ലാഡർ. ഈ യാക്കോബിൻ്റെ ഗോവേണി മേളിൽ കയറണമെങ്കിൽ ഒരു പ്രതിസന്ധിയുണ്ട്. നമ്മൾ വള്ളം തുഴയുമ്പോൾ നോട്ട് ചെയ്യാൻ അറിയാം. വള്ളം തുഴയുന്നവർക്ക് കനോ എടുക്കുന്നവർക്കറിയാം. ഒരു തുഴയെടുത്ത് വെള്ളം പുറകോട്ട്, അതായത് തുഴ പുറകോട്ട് വെച്ച് വെള്ളം പുറകോട്ട് മാറ്റുന്നതിൻ്റെ ശക്തിക്കനുസരിച്ചാണ് ഈ വള്ളം മുൻപോട്ട് പോകുന്നത്. അപ്പോൾ എത്രമാത്രം പുറകോട്ട് വലിച്ചു മാറ്റുന്നു. പണ്ട് ഈ വലിയ വള്ളം, സാധനങ്ങൾ കൊണ്ടുപോകുന്ന വള്ളത്തിന്മേൽ കഴുകെന്ന് പറയാം, ഒരു വലിയ നീളമുള്ള ഒരു കമ്പാണ്. അത് വെള്ളത്തിനടിയിലോട്ട് ഇറക്കി ഉറപ്പിച്ചിട്ടാണ് വള്ളം തുഴഞ്ഞ് മുൻപോട്ട് പോകുന്നത്. ഇത്ര ഭാരമുള്ള ലോഡും കൊണ്ടുപോകുന്ന അങ്ങനെയാണ് എങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തന്നെ കടന്നു ചെല്ലണം. കർത്താവ് പറയുന്നു, ബി സ്റ്റിൽ, ഹി സേസ് ദ ലോർഡ്. അതായത് ഈ ഗോഡ് ഈസ് ടെല്ലിങ്, ഐ വിൽ ഫൈറ്റ് ഫോർ യു. അത് ഞാനാണ് നിനക്ക് യുദ്ധം ചെയ്യാൻ പോകുന്നത്. ഇത് ശത്രു വിടുന്നതും ദൈവമാണ്. ഫറവോന് ന്യൂസ് കിട്ടി, ഇസ്രായേൽ മക്കൾ എല്ലാവരും കൂടെ ദേശത്ത് ഉഴലുകയാണ്, മരുഭൂമിയിൽ അവർ കുടുങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി അവർക്ക് എങ്ങും പോകാൻ സ്ഥലമില്ല. അപ്പോൾ എളുപ്പമല്ലേ പിടിക്കാൻ.
അപ്പം ദൈവം തന്നെയാണ് ഇവരെ പറഞ്ഞു വിടുന്നത്. പക്ഷേ ഈ ഫറവോനും കൂട്ടരും വരുന്നത് കണ്ടിട്ട് ഫറവോൻ 10-ാം വാക്യം, അതായത് പുറപ്പാട് 14:10 ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഏറ്റവും ഭയപ്പെട്ട്. കാരണം ഒന്നാമത് ഇവർ തളർന്നിരിക്കുക. സത്യത്തിൽ ഇവർ ക്ഷീണം. മരുഭൂമി പോയിട്ട് ഈ കാലഘട്ടത്തിലെ വെയിലെ ചൂട് കൊണ്ട് പോലും നമുക്ക് നല്ല ക്ഷീണം തോന്നിക്കുന്നുണ്ട്. ഇവർ ഈ മരുഭൂമിയിൽ കൂടെ നടക്കുന്ന സമയത്ത് ഇവരെ ബലമോടെ നിർത്തിയത് ദൈവമല്ലാതെ ആരെയാണ്? ഇവർക്ക് എപ്പോഴും വെള്ളമോ ഭക്ഷണമോ ഒന്നും കിട്ടിയില്ല. പക്ഷെ എന്നിട്ടും അവരെ ദൈവം നടത്തിയെന്ന് പറയുമ്പം ഈ പുറമേ കാണുന്ന ഒന്നും അല്ല മനുഷ്യൻ്റെ ശക്തി എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ചും കൂടെ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ശക്തി കിട്ടും. ഫറവോൻ അടുത്ത് വരുമ്പോൾ മിസ്രയീം മക്കൾ തലപൊക്കി മിസ്രയീമർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവരെങ്ങനെയാണ് നിലവിളിക്കുന്നത്? അവർ മോശയുടെ മിസ്രയീമിൽ കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമി മരിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നത്? നീ ഞങ്ങളെ മിസ്രയീമിൽ പുറപ്പെടുവിച്ചതിന് ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണമെന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതായിരിക്കും ഞങ്ങൾക്ക് നല്ലത് എന്ന് പറയും. 4 കാര്യങ്ങൾ. ഒരു ചെറിയ പ്രശ്നം, ചെറുതോ വല്ല ജീവപ്രശ്നമാണ്. പ്രശ്നം വന്നപ്പോൾ എല്ലാം തെറ്റായിട്ട്, മോശ ചെയ്ത് എല്ലാം തെറ്റായിട്ട് അവർ തന്നെ അങ്ങ് വിവരിക്കുകയാണ്. എന്താ പറയുന്നത്? മിസ്രയീമിൽ എന്താ ശവക്കുഴിയില്ലേ? അവിടെ എങ്ങാനും കിടന്ന് ചത്തേന് ഈ മരുഭൂമി ഒന്നും ആരും ഇല്ലാത്തടത്ത് കിടന്ന് ആരറിയാനോ? 1. 2, മിസ്രയീമിനോട് നീ ഞങ്ങളെ മിസ്രയീമ്യർക്ക് വേല ചെയ്യാൻ ഞങ്ങളെ തിരിച്ചു വിടണമെന്ന് ഞങ്ങൾ നിന്നോട് പറഞ്ഞില്ലേ? എന്നിട്ട് നീ അത് കേട്ടില്ലല്ലോ. അത് ഈ മരുഭൂമി കിടന്ന് മരിക്കേണ്ടി വരത്തില്ലേ? ഇപ്പം ഇതിനെക്കാട്ടും നല്ലത് മിസ്രയീമ്യർക്ക് ജോലി ചെയ്യുന്നതല്ലേ? ഇങ്ങനെ എല്ലാ കംപ്ലൈൻറ്റും പറഞ്ഞു കഴിഞ്ഞപ്പോഴും മോശയ്ക്ക് നിൽക്കക്കൊള്ളിയില്ല. കാരണം എവ്രിതിങ് ഹി ഡിഡ് അപ് ടു ദാറ്റ് ടൈം ഈസ് ഡിപ്പിക്റ്റഡ് ആസ് റോങ്. പലർക്കും അങ്ങനെ തോന്നാറില്ലേ? നമ്മൾ മക്കളെ വളർത്തും, നമ്മൾ മക്കളെ പഠിക്കാൻ വിടും, അല്ലെ അവരെ ജോലിക്ക് പറഞ്ഞു വിടും, നമ്മുടെ സ്ഥലങ്ങൾ മാറി, പുറത്ത് ജോലിയുള്ളവർ സ്ഥലങ്ങൾ മാറി ഒന്നീ നാട്ടിൽ തിരിച്ചു വരും. ചിലർക്ക് അമേരിക്കയ്ക്ക് പോകും, ചിലർ ഇംഗ്ലണ്ടിന് പോകും, പുറത്ത്. നമ്മൾ ഓരോ സമയത്തും ദൈവത്തോട് ചോദിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാലും ചില സന്ദർഭങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്തപ്പോൾ നമ്മുടെ ചിന്ത എന്തുവാ? ഇത്ര നാളും ചെയ്തതെല്ലാം തെറ്റ്. പ്രത്യേകിച്ച് മക്കൾക്ക് സ്വാർത്ഥ ഹൃദയങ്ങളാണ്. പഴയ പോലെ ഒന്നിച്ച് അപ്പനും അമ്മയ്ക്ക് വേണ്ടി കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന മക്കൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ ഈ മക്കൾക്ക് സുഖം കുറയുമ്പോഴത്തേക്ക് അപ്പനും അമ്മയും ചെയ്തെല്ലാം തെറ്റാന്ന് അവർ നമ്മുടെ മുഖത്ത് നോക്കി പറയും. അടുത്ത തലമുറ അധികം പ്രായം പോലും വേണ്ട, അതിനു മുമ്പേ പറയാൻ തുടങ്ങും. അങ്ങനെ ഒരു കാലത്തിലോട്ട് നീങ്ങുമ്പോൾ നമുക്കൊരു ആകപ്പാടെ ഒരു പ്രയാസം വരികയാണ്. എന്താണ് ചെയ്തത്? തെറ്റിപ്പോയോ? ദൈവശബ്ദം. അപ്പോൾ ഈ മോശം ചിന്തിച്ച് കാണണം, ദൈവം പറഞ്ഞിട്ടാണോ ഞാൻ ഇവരെ എല്ലാം കൊണ്ട് ഇവിടെ വന്ന് താമസിക്കുന്നത്? ഇല്ലേ? ശരിയല്ലേ? പലതും നമ്മൾ ചെയ്തതെല്ലാം അന്നേരം നല്ലതായിട്ട് തോന്നിയെങ്കിലും ആളുകൾ കുറ്റം പറയുമ്പോൾ അതാണ് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലത്തിനെ നിരുത്സാഹപ്പെടുത്തി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ. ഒരു കാര്യം മോശയ്ക്ക് ദൈവമുണ്ടായിരുന്നു. മോശ അതിന് ജനത്തോട് പറഞ്ഞു, ഭയപ്പെടണ്ട. ദാറ്റ് ഈസ് ഓൾ എക്സാക്ട്ലി വാട്ട് ഐ ആം ട്രൈങ് ടു ടെൽ. ഭയപ്പെടണ്ട, ഉറച്ചേ നിൽപ്പീൻ. ഒരു പ്രയാസമുണ്ട്. ഉറച്ചു നിൽക്ക്. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. വളരെ ഭംഗിയായിട്ട് മോശ ഉത്തരം കൊടുക്കുകയാണ്, ഉറച്ചു നിൽക്കാനായിട്ട്. ഈ ഒരു പ്രതിസന്ധിയിൽ മോശ അവിടെ ഉറച്ചു നിൽക്കാൻ അവരോട് പറഞ്ഞില്ലെങ്കിൽ മോശയെ കൂടെ അവർ കൊല്ലും. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ മോശയുടെ കൂടെ ഉണ്ടായിരുന്നതിനാൽ മോശ ധൈര്യമായിട്ട് ഉറച്ചു നിൽക്ക്. ഇന്ന് കണ്ട മിസ്രയീമിനെ നീ ഇനി കാണത്തില്ല. കാരണം അവൻ്റെ കാലം തീരാൻ. അവന് നമ്മുടെ ദൈവജനതയ്ക്കെതിരായിട്ട് ഇത്രയും പുറകെ നടന്ന് നമ്മളെ ഉപദ്രവിക്കും. ഇതുപോലെ ജീവിതത്തിൽ നമ്മൾ മാറി കൊടുക്കും. പക്ഷെ പുറകെ വന്ന് നമ്മളെ ഉപദ്രവിക്കുന്നവരോട് ദൈവത്തിൻ്റെ ഒരു താക്കീതുണ്ട്, നിൽക്കവിടെ, നിൻ്റെ അന്ത്യസമയമായി, നിൻ്റെ കാലം തീർന്നെന്ന് പരിശുദ്ധാത്മാ പറയുകയാണ്. നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വീഴും. വ്യക്തമായിട്ടും ദൈവത്തിൻ്റെ നിർബന്ധം. ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോഴേ ദൈവം എന്തുകൊണ്ടാണ് ചിലരെ ഉപദ്രവിക്കുക അല്ലെ ശത്രുവിനെ ഇല്ലാതാക്കുന്നത്? അവരെ വഹിക്കാൻ വയ്യാത്ത നിവൃത്തി സ്റ്റേജിലാകുമ്പോഴാണ്. എന്തുകൊണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? യൂദയെ എന്തുകൊണ്ട് തിരിച്ചെടുത്തില്ല? എന്നാൽ പത്രോസിനെ തിരിച്ചെടുത്തു. മുൻവിളിയില്ല. അവൻ്റെ ഹൃദയം എങ്ങനെ പോകുമെന്ന് ദൈവത്തിന് അറിയായിരുന്നു. ദിസ് ഈസ് ദ പോയിന്റ്. യാക്കോബും ഏശാവിനെ തിരഞ്ഞെടുത്തില്ല, യാക്കോബിനെ തിരഞ്ഞെടുത്തു. അത് വളരെ ഒരമ്മയുടെ ഉദരത്തിലുള്ള പിള്ളേരാണ്. ഡസ് ഇറ്റ് നോട്ട് ബോദർ us? ചിലപ്പോൾ ഞാനും ചിന്തിക്കാറുണ്ട്. അപ്പോൾ പക്ഷേ അതിനൊരാൾ ഒരുത്തരം പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഫോർ നോളജ് എന്ന് പറയും.
അതായത് ഈ ഒരു വ്യക്തി ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് ദൈവത്തിന് റീഡ് ചെയ്യാൻ അറിയാം. അതിന് എക്സാമ്പിളാണ് ഏശാവ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം യാക്കോബ് പായസം ഉണ്ടാക്കി ഏശാവ് വേട്ട കഴിഞ്ഞേച്ച് തിരിച്ചു വരുമ്പോൾ ഏശാവിന് വലിയ ക്ഷീണവും വിശപ്പുമായി. ഉടനെ എനിക്ക് പായസം തരാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ യാക്കോബ് വളരെ ബുദ്ധിമാനാണ്. യാക്കോബ് നിൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരാമെങ്കിൽ ഞാൻ പായസം തരാം. അപ്പോൾ യാക്കോബിന് ജ്യേഷ്ഠാവകാശം പ്രാധാന്യമുണ്ട്, ഏശാവിന് പ്രാധാന്യമില്ല. പല കാര്യങ്ങളും പരീക്ഷണം വരുമ്പം ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്. ദൈവത്തെ പ്രീതിപ്പെടുത്താനാണോ അതോ നമുക്ക് തന്നെയാണ്? നമുക്ക് ക്ഷമ ചോദിക്കാം, കർത്താവേ ഒക്കുന്നില്ല. പിന്നെ ബലഹീനരായ നമ്മളെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതിന് നന്ദി പറയാം. ആ ഒരു ഹൃദയം നമുക്കുണ്ടാണ്. അങ്ങനെ ചെയ്തപ്പോഴാണ് ദൈവം തമ്പുരാൻ മോശയോട് പറയുന്നു, മോശയോട് അരുളി ചെയ്യാൻ, നീ എന്നോട് നിലവിളിക്കുന്ന എന്ത്? മുൻപോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് പറ, വടിയെടുത്ത് നിൻ്റെ കയ്യെ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. എന്ത് മനോഹരമായാലും കർത്താവിൻ്റെ ഒരു പറച്ചിലല്ലേ. വലിയൊരു നദിയുടെ മുമ്പിൽ ഒരു ചെറിയ വടി, മോശം കൊണ്ടുപോയെന്ന് അടിക്ക് ഏകദേശം ഇത്ര നീളം പോലും ഇല്ല, ഞാൻ കണ്ടതാണ്. അതാണെങ്കിൽ ഈ വടി വെച്ചിട്ട് നീട്ടിയാൽ ഈ സമുദ്രം രണ്ടായിട്ട് തിരിയുമെന്ന് ആരെങ്കിലും വിചാരിക്കുമോ? ഇല്ല, ആരും വിചാരിക്കത്തില്ല. പക്ഷേ ഈ സാഹചര്യം അങ്ങനെ ആയപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നീ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് നീട്ടാൻ പറഞ്ഞു. കൈയെടുത്ത് വടി നീട്ടിയപ്പോൾ സമുദ്രം രണ്ടായിട്ട് മാറ്റി തന്നു. ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യം, മനുഷ്യനാൽ ചിന്തിക്കാൻ പോലും ഒക്കാത്ത കാര്യം. മനുഷ്യൻ ചിന്തിക്കുന്നില്ല. സമുദ്രം രണ്ടായിട്ട് മുറിയുന്ന ഒരു കാര്യം അവർ ആ നിമിഷം വരെയും ചിന്തിച്ചില്ല. അവർ ചിന്തിക്കുന്ന ഇപ്പം ഞങ്ങൾ മരിക്കും, ഇപ്പം പുറകിന്ന് വരുന്നു, ഇനി എങ്ങോട്ട് ഓടാൻ വയ്യ, ഒന്നുമല്ല തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാലും ഒക്കത്തിൽ ആകെക്കൂടെ പ്രയാസത്തിലിരിക്കുന്നുണ്ട്. ദൈവം ഒരു പുതിയ വഴി അങ്ങോട്ട് വെട്ടി തുറക്കുന്നു. അങ്ങനെ ആകട്ടെ. അനേക കുടുംബങ്ങളിൽ ഭാരം ചെയ്തിട്ട് പ്രയാസം വന്നിട്ട് വീട് ജപ്തിയായിട്ടിരിക്കേണ്ടവർക്ക് പണത്തിൻ്റെ പ്രയാസം കൊണ്ട്, മക്കളുടെ കാര്യത്തിൽ അനുസരണയില്ലാത്ത മക്കളെ കൊണ്ട്, അതുപോലെ രോഗം കൊണ്ട്, അതുപോലെ കുടുംബത്തിൽ സമാധാനമില്ലാതെ എന്ത് ചെയ്യണമെന്ന് പ്രയാസപ്പെടുന്നവർ ഗെറ്റ് ഔട്ട് ഓഫ് ദ സിറ്റുവേഷൻ ബൈ സ്റ്റേയിങ് ക്ലോസ് ടു ജീസസ്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു. അപ്പം ദൈവത്തിൽ നിന്ന് ഒരു വാക്ക് മതി, ഒരു വാക്ക്. നീ ഇനി കരയണ്ട, വടിയെടുത്ത് നീട്ടാന്നേ പറഞ്ഞുള്ളൂ. ഒരു കാര്യം കേട്ടാൽ പോരെ. ദൈവം പലപ്പോഴും നമ്മളോടൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരിക്കലും നമുക്ക് കോമൺ സെൻസിന്, അതായത് നമ്മുടെ ചിന്തയ്ക്ക് അത് ശരിയാണെന്ന് തോന്നത്തില്ല. പക്ഷെ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ അറിയാം എങ്ങനെയോ അതെങ്ങനെ മമ്മി അറിഞ്ഞു എന്ന് പലപ്പോഴും ചോദിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു കൊടുക്കും. പല പ്രായമുള്ള അമ്മച്ചിമാരോടും ചെന്ന് ഉപദേശം ചോദിക്കാമെങ്കിൽ അവർ പറയും പ്രാർത്ഥിക്കാം മോളെ എന്ന് പറയും. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവർ ചിലപ്പോൾ വിളിച്ചു പറയും. ചിലപ്പം വളരെ സിമ്പിൾ മാറ്ററായിരിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് പറയുന്നതാണ് എങ്കിൽ പ്രശ്നം പരിഹരിച്ചു തരുന്ന ദൈവം നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ആ ദൈവം നമ്മളോട് പറയുകയാണ്, ഇന്ന് മുതൽ നീ ഭയപ്പെടണ്ട, നീ എൻ്റെ സാബത്ത് റെസ്റ്റിലോട്ട് എൻ്റർ ചെയ്യുക. ഞാൻ നിനക്ക് വേണ്ടി പൂർത്തീകരിച്ച ജോലി നീ കണ്ടില്ലേ? ക്രൂശിന്മേൽ ഞാൻ ജയമെടുത്തതല്ലേ? അതുകൊണ്ട് അല്പകാലത്തേക്ക് നീ എൻ്റെ അടുക്ക വന്നിരുന്ന് എന്നിൽ നിന്ന് പഠിച്ചെടുക്ക്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയാം. അതാണ് 46. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാവുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് നീ ഭൂമി മാറിയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം എരിച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങി ഭയപ്പെടരുത്. അതാണ് കഴിഞ്ഞിട്ടാണ് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഞാൻ ജാതികളുടെ ഇടയിൽ ഇല്ലേ, ഫറവോൻ്റെ മുമ്പിലല്ലേ മിസ്രൈമിൻ്റെ മുമ്പിലല്ലേ ഇസ്രായേൽ ജനതയെ ദൈവം രക്ഷിച്ചത്. ഒരു മോശയെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. യാക്കോബിൻ്റെ ദൈവം എൻ്റെ ദുർഗമായി മാറുക. അവൻ എൻ്റെ കോട്ടയായിട്ട് മാറണം. അവൻ എൻ്റെ പാറയും എൻ്റെ കോട്ടയും എൻ്റെ സങ്കേതവും എൻ്റെ ശരണവും എൻ്റെ പാറയുമായിട്ട് മാറുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ദൈവം, അതായത് ഈ നമ്മുടെ മനസ്സിനകത്ത് ഈ ഉറപ്പുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ് കാണേണ്ടത്. അവൻ ആവശ്യമുള്ളപ്പോൾ എഴുന്നേൽക്കുക. യഹോവ എഴുന്നള്ളുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. യഹോവ അവനെ ആരെഴുന്നേൽപ്പിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ റിക്വസ്റ്റ്. അതായത് നമ്മുടെ പ്രാർത്ഥന യാചന സ്വർഗമണ്ഡലത്തിൽ ചെന്ന് വ്യാപരിക്കട്ടെ. ദൈവത്തിൽ നിന്നല്ലാതെ വേറെ ഇടത്തുനിന്നും ശാശ്വതമായ ഉത്തരം കിട്ടത്തില്ല. എന്നാൽ പിന്നെ യേശുവിൻ്റെ അടുക്ക് തന്നെ അങ്ങോട്ട് ചെന്ന് ഇരിക്കുക. പലപ്പോഴും ഓർക്കണേ, നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ പെട്ടെന്നുള്ള ഉത്തരം യേശുവിൽ നിന്ന് കിട്ടത്തില്ല. കാരണം യേശുവിന് ഒരു ഉദ്ദേശം നമ്മുടെ സ്വഭാവം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. താമസിക്കും തോറും, അതായത് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ സ്വഭാവത്തിൽ രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എനിക്ക് കഷ്ടം വന്നത് നന്നായി, അതിനാൽ ഞാൻ നിൻ്റെ ചട്ടങ്ങളെ പഠിച്ചു എന്ന്. കഷ്ടം വരുമ്പോൾ മാത്രമേ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങത്തുള്ളൂ. നമ്മളെ ദൈവം വിളിച്ചു മാറ്റിയ മക്കളാണ്. കർത്താവിൻ്റെ ഇന്ന് ദിനം പ്രതി അവൻ്റെ അതിശയം കാണേണ്ട മക്കളാണ്. ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
ലോഡ് വി ലവ് യു ലോഡ്. കർത്താവേ, നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. കഷ്ടത്തിൻ്റെ നടുക്ക് നടും തൂണായിട്ട് നിൽക്കുന്ന നീയുണ്ട്. പകുതിക്ക് വെച്ച് ഇട്ടേച്ചു പോകത്തില്ലെന്നും പിന്നെ കാട്ടിനകത്ത് വെച്ച് കാട്ടിനകത്ത് നിന്നെ ഉപേക്ഷിച്ച് വെച്ച് പോകത്തില്ലെന്നും തുടങ്ങിയ പ്രവൃത്തി പൂർത്തിയാക്കത്തില്ലെന്നും നിൻ്റെ വാക്ക് തന്നെ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് കർത്താവേ. ഹി ഹു ബിഗാൻ എ ഗുഡ് വർക്ക് ഇൻ ഈസ് ഫെയ്ത്ത്ഫുൾ ടു കംപ്ലീറ്റ് ഇറ്റ്. തുടങ്ങിയ പ്രവൃത്തി പൂർത്തീകരിക്കാൻ അവിടുന്ന് വിശ്വസ്തനാണ്. വേദപുസ്തകത്തിൽ മനുഷ്യരാശിയുടെ മുഴുവനും രക്ഷയ്ക്ക് വേണ്ടി പുത്രൻ തമ്പുരാൻ ഭൂമിയിൽ കടന്നു വന്ന് മനുഷ്യനായി കടന്നു വന്ന് ക്രൂശിന്മേൽ കയറി ഞങ്ങൾക്ക് വേണ്ടി യാഗവസ്തുവായി യാഗവസ്തുവായിട്ട് മാറുക തന്നെയല്ല, തൻ്റെ രക്തം നമുക്ക് വേണ്ടി കൊടുത്ത് വി ആർ റിഡീംഡ്. കർത്താവിൻ്റെ രക്തം കൊണ്ട് മറുവില കൊടുത്തിട്ട് നമ്മളെ വാങ്ങിച്ച മക്കളാണ്. ദാസ്യത്വത്തിൻ്റെ ലെവലിൽ നിന്ന് പുത്രത്വത്തിലേക്ക് മാറ്റാൻ നിനക്കല്ലാതെ ആർക്ക് അധികാരമുള്ളവനല്ലേ അത് ചെയ്യാനൊക്കത്തുള്ളൂ. കർത്താവ് അധികാരത്തോടെ കടന്നു വന്ന് ഞങ്ങളെ വീണ്ടെടുത്ത സ്നേഹത്തിന് നന്ദി പറയുന്നു. നമുക്ക് നമ്മളെ തന്നെ വിലമതിക്കാൻ അറിയാത്തത് നീ ആരെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെയാണ് പിശ സമ്മതിക്കുന്നത്. ക്രിസ്തു ആരെന്ന് മനസ്സിലാക്കി കഴിയുമ്പം നിൻ്റെ മഹത്വം കൊടുക്കുമ്പോൾ നമുക്കാണ് വില വരുന്നത്. നമ്മുടെ കൂടെ നിൽക്കുന്ന യേശു ആണെന്ന് മനസ്സിലാകുമ്പോൾ നമുക്കാണ് ധൈര്യം വരുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും കർത്താവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിച്ചു കൊടുക്കണമേ. അവരറിയുന്നില്ല കർത്താവേ, അവർ ബുദ്ധി മന്ദിച്ചിരിക്കുക. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ജനത്തോളം ബുദ്ധി മന്ദിച്ചവരാരുണ്ട് എന്ന്. ജാതികളെ നോക്കി പഠിക്കുവിൻ, അവർക്ക് തീഷ്ണതയുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് തീഷ്ണതയില്ലാത്തത്? കർത്താവെ, നമ്മൾ നിൻ്റെ മക്കളാന്നുള്ള പദവി വരുമ്പോഴത്തേക്ക് അറിയുമ്പോഴത്തേക്ക് ആ യുദ്ധം ചെയ്യാനുള്ള ആ ടെൻഡൻസി മാറിയിട്ട് നമ്മൾ ലൂക്കുവമായി പോകുന്നു. കർത്താവെ, ഒരു ശീതവാനും അല്ല ഉഷ്ണവാനും അല്ലാത്ത സ്റ്റേജിൽ നിന്ന് ജാഗരിച്ച് യുദ്ധം ചെയ്ത് നേടിയെടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഓടി വന്ന ദൈവം, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയുക. ഞാൻ ജാതികളുടെ മുമ്പിൽ എന്നെ തന്നെ ഉയർത്തുമെന്നും നീ എൻ്റെ ദുർഗമാണെന്നും പഠിപ്പിച്ചു തരുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി ഇട്ട് തരണേ. ഈ വചനത്തിൻ്റെ കൂടെ ശക്തിയും കൂടെ കടന്നു ചെല്ലട്ടെ അപ്പച്ച. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ബലപ്പെടുത്തിയ സ്നേഹത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ, ആമേൻ.